ഹോർമിസ് കടലെടുക്ക് നിങ്ങളുടേതാണെങ്കിൽ കാലിഫോർണിയ ഞങ്ങളുടേതാണ്. ലോക പോലീസിന്റെയൊക്കെ ഒരു ഗതി വല്ലാത്തൊരു ഗതിയാണ്. കാലിഫോർണിയ തങ്ങളുടേതാണെന്ന് പറഞ്ഞത് ഇറാനാണ്. കാരണം ഇറാന്റെ ഹോർമിസ് ഞങ്ങളുടേതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പേജായ ട്രൂത്ത് സോഷ്യലിൽ. അതിന് അപ്പോഴേ ഇറാൻ മറുപടി പറഞ്ഞിരുന്നു. എന്നാൽ അതിനേക്കാൾ വിചിത്രമായ ഒരു വാദവുമായിട്ടാണ് ഇറാൻ ഇന്ന് രംഗത്തെത്തിയത്. പോസ്റ്റ് ഇട്ടാണല്ലോ ഇപ്പോൾ ഓരോ രാജ്യങ്ങളും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോർമിസ് കടലെടുക്ക് നിങ്ങൾ എടുത്തോളൂ, പകരം കാലിഫോർണിയ ഞങ്ങളുടേതാണ്. ഇന്ന് അതേ എക്സ് പ്രൊഫൈലിലൂടെ ഇറാൻ നൽകിയ മറുപടിയാണ് ലോകത്താകമാനം വലിയ തമാശ ജനിപ്പിച്ചിരിക്കുന്നത്. അതിന് ഒരു യുക്തിപരമായ സംഗതിയുമുണ്ട്. അമേരിക്കയിൽ ഈ ഇറാനിയൻ അമേരിക്കൻ ഡയസ്പോറ ഏറ്റവും കൂടുതലുള്ളത് കാലിഫോർണിയയിലാണ്. ഏതാണ്ട് 1,50,000 ഇറാനിയൻ അമേരിക്കൻസ് ആണ് കാലിഫോർണിയയിലുള്ളത്. അതുകൊണ്ട് തന്നെ കാലിഫോർണിയയെ ടെഹ്റാഞ്ചലസ് എന്നും പരാമർശിക്കാറുണ്ട്. ഏതായാലും ഇതെല്ലാം നടക്കുന്നതിനോടുകൂടിയാണ് കാലിഫോർണിയ ഞങ്ങളുടേതാണെന്ന് ഇറാൻ അങ്ങ് പ്രഖ്യാപിച്ചത്. അല്ല, അതിന് യുക്തിപരമായൊരു കാര്യമുണ്ട്. വേറൊരു രാജ്യത്തുള്ള ഏത് സംഗതികളും അമേരിക്കയ്ക്ക് പോസ്റ്റിട്ട് സ്വയം പ്രഖ്യാപിച്ച് സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ അമേരിക്കയിലുള്ള ഏത് സ്ഥലങ്ങളെയും ലോകത്തുള്ള ഏത് രാജ്യങ്ങൾക്കും പോസ്റ്റിട്ട് എടുക്കാമല്ലോ. അപ്പൊ എന്നാൽ നിങ്ങൾ ഹോർമിസ് നിങ്ങൾ എടുത്തോ, കാലിഫോർണിയ ഞങ്ങൾ എടുത്തു എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകം മുഴുവൻ സമാധാനമുണ്ടാക്കുന്ന വലിയ ശക്തിയായ എല്ലാ ആയുധങ്ങളുമുള്ള രാജ്യത്തോടാണ് ഇറാൻ കളിക്കുന്നത്. അതേ നാണയത്തിൽ തിരിച്ചടിച്ച് എന്താണോ ട്രംപ് പറയുന്നത് അതേ നാണയത്തിലാണ് മറുപടി കൊടുക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി ലോകത്തെ മാധ്യമങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് ട്രോളാനും പരിഹസിക്കാനും തുടങ്ങി. അമേരിക്കയിലെ കാലിഫോർണിയ നഗരം തങ്ങളുടേതാണെന്ന് പറയാൻ ന്യായമായ യുക്തി ഹോർമിസ് അമേരിക്കയുടേതാണെന്ന് പറയുന്നതിലുണ്ട് എന്നാണ് പലരും പറയുന്നത്. അമേരിക്കയിലെ ഇറാനിയൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ ലോകമെല്ലാവരും ഒരു പമ്പര വിഡ്ഢിയെ, ഒരു കാര്യമില്ലാത്ത ശുംഭനെ നോക്കി ചിരിക്കുന്നുണ്ട്. പുള്ളിക്കത് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം.